ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നിങ്ങളെ എക്സാമിൻ്റെ ഒരു ചൂടിലായിരിക്കും അല്ലേ. നമ്മളെ മെയിൻ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് മാത്സ് എന്ന് പറയുന്നത്. കാരണം സിലബസ് ഒക്കെ മാറി എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ ഒരു ടെൻഷനിലായിരിക്കും. പക്ഷെ ഒരു ടെൻഷനും വേണ്ട, നിങ്ങളെ കൂടെ എപ്പോഴും സൈലം ഉണ്ടായിരിക്കും മക്കളെ. അപ്പോൾ എന്തായാലും നമ്മൾ ഡിവിഷൻ മെത്തേഡ് അല്ലെ, ഹരണ രീതികൾ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം നിങ്ങൾ മെയിൻ എക്സാമിന് പഠിച്ചു പോവേണ്ട ചോദ്യം തന്നെയാണ്. ആ ചോദ്യമാണ് ഇപ്പോൾ നിങ്ങൾ ബോർഡിൽ കാണുന്നുണ്ടായിരിക്കും. എൻ്റെ മക്കളെ നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ ചെയ്ത പ്രോബ്ലം ആണല്ലേ. അപ്പൊ നോക്കാം എന്താണ് ചോദ്യം. ചുവടെയുള്ള സംഖ്യകളെ 9ന്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതുക. നമ്മൾ ചെയ്ത കാര്യമാണ്, ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്തതാണ് അല്ലെ. അപ്പൊ ഇവിടെ 111 1111 ഈ 3 നമ്പറിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള ഹരണഫലവും അതേപോലെ ശിഷ്ടവും നമ്മൾ കണ്ടുപിടിച്ച് നോക്കുക. അവിടെ എവിടെയെങ്കിലും ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടോ, അവിടെ എവിടെ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 1111ന്റെ 9 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് അവിടെ എന്താണ് ഉത്തരമായി കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിച്ചെഴുതാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. നോക്കാം, നമുക്ക് ഊഹിച്ചെഴുതാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഇങ്ങനെ കിട്ടുന്ന സംഖ്യാക്രമം തുടർന്ന് എഴുതുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 11നെ 9 കൊണ്ട് ഹരിക്കണം. അപ്പൊ 11ലെ 9 പോകും അല്ലെ. 11ൽ 9 ഒരു തവണയെ പോകുള്ളൂ. 9 ബാക്കി 2 വരും, 2 വരും. അടുത്തതോ 111 അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 11ലെ 9 ഒരു തവണ, 9 ബാക്കി 2. 21ല് എത്ര തവണ പോകൂടാ, 21ല് 2 തവണ പോലെ, 2 9 18 ബാക്കി എത്ര വരും, 3 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ശിഷ്ടം 3 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് 1111 ഇതിനെ നമ്മൾ 9 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ നോക്കിക്കേ, 11ൽ 9 ഒരു തവണ, 9 ബാക്കി 2. 21ല് 2 തവണ, 2 9 18 ബാക്കി 3. 31ല് 9 3 തവണ, 3 9 27 ബാക്കി 4. കണ്ടോ, ഈ രീതിയിൽ നമ്മളിങ്ങനെ ഹരിച്ചു വരിക. ഹരിക്കാൻ അറിയണം കേട്ടോ, അത് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. 5ാം ക്ലാസ്സിൽ എത്തിയിട്ട് ഹരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും. നോക്കിക്കേ, അപ്പൊ ഈ ഒരു പാറ്റേണിൽ പോകുമ്പോൾ നിങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ നോക്കുക. നമുക്ക് ഉത്തരമായിട്ട് കിട്ടിയ ഹരണഫലം 1 1 2 1 2 3. അപ്പൊ ഇതിൻ്റെ അതൊരു പ്രത്യേകത ഉണ്ടല്ലോ, ഒരു പാറ്റേൺ വൈസ് ആണ് അത് പോകുന്നത്. ശിഷ്ടം നോക്കിക്കേ നിങ്ങൾ, 2 3 4. അപ്പൊ ഈ ഒരു പാറ്റേൺ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനക്കണക്കായിട്ട് 1111നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരമായിട്ട് എന്ത് കിട്ടുമായിരിക്കും, നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിക്കേ. യെസ്, ഇവിടെ വരെ 1 2 3 വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഉത്തരം 1 2 3 4 ആയിരിക്കും അല്ലെ. ശിഷ്ടമായിട്ട് കിട്ടുന്നത് ആരായിരിക്കണം, 5 ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഊഹിച്ചെഴുതാൻ വേണ്ടി പറ്റി. ഇതൊന്ന് പാറ്റേൺ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതും എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ച കാര്യമായിരുന്നു. 11 എന്ന് പറയുന്ന നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, യെസ് 1നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യണം, ശിഷ്ടമായിട്ട് കിട്ടിയ 2 ആഡ് ചെയ്താൽ മതി. ഇതാണ് അതിന്റെ പാറ്റേൺ. ഇതേ രീതിയിൽ നമുക്ക് ഹരണത്തിന്റെ ഒരു രീതി നമ്മൾ പഠിച്ചതാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഇനി അടുത്തത് 111 കിട്ടാൻ ഇവിടെയുള്ള 1 2 12നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനോട് 3 കൂട്ടിയാൽ മതി. അടുത്തത് 1111നെ നമുക്ക് എങ്ങനെ എഴുതാം അല്ലേ, 1 2 3 123നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനോട് ശിഷ്ടമായിട്ട് കിട്ടിയ 4 ആഡ് ചെയ്താൽ മതി. അപ്പൊ അടുത്ത എന്ത് എഴുതാൻ പറ്റും നമുക്ക്, 1111 കിട്ടാൻ അല്ലെ, ഇവിടെ ഉത്തരമായിട്ട് കിട്ടിയ 1 2 3 4 അല്ലെ, 1234നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനോട് 5 കൂട്ടിയാൽ മതി. ഈ ഒരു സംഖ്യ പാറ്റേൺ ശ്രദ്ധിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ തുടർന്ന് എഴുതിക്കൂടെ, ഒരുപാട് സംഖ്യകളാക്കി തുടർന്ന് എഴുതാം അല്ലെ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ആ നമ്പേഴ്സിന്റെ പാറ്റേൺ എന്തായിരിക്കും എന്നുള്ളതൊന്ന് എഴുതി നോക്കുക. കൂട്ടത്തിൽ നിങ്ങൾ നമ്മുടെ ബോർഡിൽ കാണുന്ന ചോദ്യം ഒന്ന് ചെയ്ത് നോക്കുക. ഇതേ രീതിയിൽ ചെയ്യേണ്ട ചോദ്യമാണ്. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് വന്നിട്ട് പറയുക. അപ്പൊ ഇനി മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒത്തിരി ചോദ്യങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.